അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനത്തിങ്കൽ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത സർവശക്തൻ. പ്രകാരം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്നുള്ള ഒരു ചിന്തയോട് ചേർത്ത് ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുമെന്ന് ദൈവത്തിൽ പ്രത്യാശിക്കുന്നു. 148 സങ്കീർത്തനത്തിൻ്റെ ആദ്യ 2 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതായത് ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവരെയും, പ്രകൃതിയെ, സൃഷ്ടികളെ, സൃഷ്ടിജാലങ്ങളെല്ലാം ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ഈ സങ്കീർത്തനത്തിലൂടെ നിങ്ങൾ കാണുന്നത്. അതിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു നാം കാണുന്നത്. ജീവനുള്ള മനുഷ്യ സമൂഹം മാത്രമല്ല, ജീവജാലങ്ങൾ മാത്രമല്ല, സൃഷ്ടിയിലെ ഓരോ ഇതും, പ്രപഞ്ചത്തിലെ സകലവും ദൈവത്തെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു സങ്കീർത്തനം. ഇതിലൂടെ 3-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത്, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിക്കുവീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിക്കുവീൻ. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം സ്റ്റാർസ് എന്നാണ് പറയുന്നത്. സൂര്യന് ഒരു വലിയ നക്ഷത്രമെന്ന് പറയുന്നു. എന്നാൽ അതിൻ്റെതായ രീതിയിൽ നമ്മുടെ ദൃഷ്ടിയിൽ വ്യത്യാസമുണ്ട്. കാരണം ഭൗമ ഉപരിതലത്ത് നമ്മൾ നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും എല്ലാം വ്യത്യസ്തങ്ങളാണ്. എല്ലാം അത് സ്റ്റാർ നക്ഷത്രഗണത്തിൽ പെടുന്നതാണെന്ന് പറയപ്പെടുന്നു. സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചതായ ദൈവം പകൽ വാഴുവാൻ വലിയ വെളിച്ചവും രാത്രി വാഴുവാൻ ചെറിയ വെളിച്ചവും ഉണ്ടാക്കിയെന്ന് നമ്മൾ തിരുവെഴുത്ത് കാണുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏതൊരു സാധുവായ ഒരു മനുഷ്യനും മനസ്സിലാകത്തക്കവണ്ണം വളരെ ലളിതമാണ്. എന്നാൽ ഏതൊരു വിജ്ഞാനിക്കും അതിൻ്റെ വിജ്ഞാനത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന അഗാധമായ ജ്ഞാനത്തിൻ്റെ സ്രോതസ്സും എല്ലാം അതിലുണ്ട്. അതാണ് ബൈബിളിൻ്റെ പ്രത്യേകത. ചില ഗ്രന്ഥങ്ങൾ വായിച്ചാൽ വിജ്ഞാനികൾക്ക് മാത്രം മനസ്സിലാകും. സാധാരണ പറയാറുള്ള, സാഹിത്യ ലോകത്ത് പറയാറുള്ളൊരു ചൊല്ലുണ്ട്, മനസ്സിലാകാത്തൊരു പുസ്തകം അത് ഭയങ്കര ആഴമാണെന്ന് പറയും. അത് ഉയർത്തുക. മനസ്സിലാകുന്നില്ല അത്, പക്ഷെ അത് വലിയ ബുക്കാണെന്ന് പറയും. അതെന്തുകൊണ്ടാണ് മനസ്സിലാകുന്നതല്ലേ നല്ലതെന്ന് പറയണത്? അതങ്ങനെയാണ്. അത് ഗഗനമാണെന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവിടെ തിരുവെഴുത്തുകൾക്ക് അങ്ങനെയല്ല. തിരുവെഴുത്തുകൾക്ക് എല്ലാവരോടും സംസാരിക്കുവാനും സംവാദിക്കുവാനും എല്ലാം കഴിയുന്ന ഒന്നാണ് തിരുവെഴുത്തെന്ന് പറയുന്നത്. തിരുവെഴുത്തെന്നറിയപ്പെടുന്നതിന് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വചനം, ബൈബിൾ, വേദപുസ്തകം. അപ്പോൾ അതിനകത്ത് ഇവിടെ പറയുകയാണ്, സൂര്യനും ചന്ദ്രനും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. സൃഷ്ടിയെ ആരാധിക്കാൻ പാടില്ല. അതാണ് തിരുവനും വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. സൃഷ്ടിയെ ആരാധിക്കാൻ പാടില്ല ഒരിക്കലും. കാരണം സൃഷ്ടാവല്ലേ വലുത്. സൃഷ്ടി എങ്ങനെ ആരാധിക്കാൻ പറ്റും? സൃഷ്ടിതാവിനെയാണ് ആരാധിക്കേണ്ടത്. ക്രിയേറ്റർ, നോട്ട് ക്രിയേഷൻ. ഇവിടെ സൂര്യൻ ചന്ദ്രന്മാരെ അവനെ ഈ സൂര്യനോടും ചന്ദ്രനോടും പറയുകയാണ് ദൈവത്തെ സ്തുതിക്കാനായിട്ട്. അതിനെ പുകഴ്ത്താനല്ല, നമ്മളതിനെ വാഴ്ത്തി പാടാനല്ല, അല്ലേ? ആകാശത്തിലെ സകല സൈന്യത്തെ ആരാധിക്കുവാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു വിട്ട്. അങ്ങനെ ഒരു ബൈബിളിലൊരു ക്ലോസ് ഉണ്ട്. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവരെ അറിയത്തില്ല, അവർ അജ്ഞരാണ്, അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ഈ ആകാശത്തിലെ സൈന്യങ്ങളെയൊക്കെ നമസ്കരിക്കാൻ അവരെ അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് ഇവർ ഈ ഓരോ സൃഷ്ടികളെയൊക്കെ വാഴ്ത്തി പുകഴ്ത്തുന്നത്, സൃഷ്ടികളെയൊക്കെ. പക്ഷെ ഇവിടെ ദൈവത്തിന് തന്നെ പറയാം, നേരെ തിരിച്ചു പറയുക, സൂര്യചന്ദ്രന്മാരെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാനാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പം നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിങ്ങൾ സ്തുതിക്കുക എന്നാണ് അവിടെ ആഹ്വാനം ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായിട്ട് ഈ സൃഷ്ടി കർമ്മത്തെക്കുറിച്ച് പറയുന്ന ഒരു സന്ദർഭമുണ്ട് അവിടെ. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ, 24 മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിട്ടു. ഇവിടെ പറയാം, സൃഷ്ടാവിനെയാണ് നമസ്കരിക്കുന്നത്. ഈ സകലവും സൃഷ്ടിച്ചുവനും എന്നാണ് പറയുന്നത്. തുടർന്ന് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ വിളിയുമ്പോൾ അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിലേക്ക്, ഇപ്പം നമ്മൾ 4-ന്റെ 10 ചിന്തിച്ച്, എന്നാൽ 10-ന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഇതുപോലെ ഒരു ഏറ്റുപറച്ചിൽ അവിടെ കാണുന്നുണ്ട്. ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ആകാശവും അതിലുള്ളതും സകലത്തെയും സൃഷ്ടിച്ച ദൈവം.
തുടർന്ന് വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 7-ാമത്തെ വാക്യത്തിൽ കാണുക, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുവീൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കുവീനെന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ദൈവ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിനെ സ്തുതിക്കണം, സൃഷ്ടിയെ അല്ല സ്തുതിക്കേണ്ടത്, ആരാധിക്കേണ്ടതെന്നാണ്. ഇവിടെ സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള ചില നക്ഷത്രങ്ങളും അവനെ സ്തുതിപ്പീൻ. അപ്പോൾ അന്ധകാരമുള്ള നക്ഷത്രങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഈ ബ്ലാക്ക് ഹോൾസ് എന്നൊക്കെ പറയുന്നത്, അതിലേക്കൊന്നും പോകുന്നില്ല. അതിനൊക്കെ അങ്ങനെ വിശദമായ വിവരങ്ങളൊന്നും അതിൻ്റെ വശങ്ങളൊന്നും എനിക്ക് ഗ്രാഹ്യമില്ല, പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ, അത് വക്രകൃതിയുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയും, കൂരിരുട്ട് സംഗ്രഹിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളെന്ന് തിരുവെഴുത്തിൽ തന്നെ അതിൻ്റെ വ്യാഖ്യാനമുണ്ട്. അതാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. തിരുവെഴുത്തിൽ തന്നെ അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനമുണ്ട്. യൂദായുടെ ലേഖനത്തിലാണ് അത് പറയുന്നത്. എങ്ങനെയാണ് ഈ തെറ്റായ കയ്യിൻ്റെ വഴി, ബിലയാമിൻ്റെ ഉപദേശം, വഞ്ചന, കോരഹിൻ്റെ മത്സരം, ഇങ്ങനെയുള്ളതിലൊക്കെ പെട്ടുപോയ ഒരധ്യായമേ യൂദായുടെ ലേഖനത്തിലുള്ളൂ. അവിടെ 12-ാമത്തെ വാക്യത്തിൽ പറയാം, ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. ഫേക്കാണ്, വെള്ളമില്ലാത്ത മേഘങ്ങളാണ്. ആ മേഘങ്ങൾ വരുമ്പോൾ മഴ പെയ്യുമെന്നും ഒക്കെ തോന്നിപ്പിക്കും, പക്ഷെ ഇല്ല, വെള്ളമില്ലാത്ത മേഘങ്ങളാണ്. ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. ഫലമില്ലാത്ത വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് രണ്ടുരു വേരറ്റും പോയ വൃക്ഷങ്ങൾ. തങ്ങളുടെ നാണക്കേട് നിറച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ. സാമ്യപ്പെടുത്തി പറയുകയാണ് ഈ ജീവിതങ്ങളെ, അതായത് തെറ്റായ ഉപദേശങ്ങൾ, കൾട്ട് അല്ലെങ്കിൽ വേദവിപരീതങ്ങളെ സഭയിൽ കൊണ്ടുവന്ന് ദൈവജനത്തെ വഴിതെറ്റിക്കുന്നതാണ് ഇങ്ങനെയുള്ളത്. ആത്മീയ വേഷം ധരിച്ചാണ്, ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവർ വേണമെങ്കിൽ പറയാം, കപടഭക്തരെന്ന് വേണമെങ്കിൽ പറയാം, ആട്ടിൻതോല നിഞ്ഞ ചെന്നായ്ക്കൾ എന്ന് പറയാം. ഇതൊക്കെ ബൈബിൾ കൊടുക്കുന്ന വിശേഷങ്ങളാണ്. അവിടെ പറയാൻ, തങ്ങളുടെ നാണക്കേട് നിറച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ, ഈ സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരെയൊക്കെ ഈ ചില നക്ഷത്രങ്ങൾ ഇന്നിപ്പോൾ സാങ്കേതിക വിദ്യകളുടെ കണ്ടുപിടുത്തമൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെ ആശ്രയിക്കുകയാണ്. എന്നാൽ ഇന്നും അങ്ങനെ തന്നെയുണ്ട്. നക്ഷത്രങ്ങൾ അതിൻ്റെ ഗതി തിരിക്കുന്ന, അത് കപ്പൽ യാത്രക്കാർക്കെല്ലാം നക്ഷത്രങ്ങൾ ഏറെ സഹായം ചെയ്യുന്ന ഒരു അനുഭവം. അങ്ങനെ ചില നക്ഷത്രങ്ങൾ നല്ല വഴിയെ കൊണ്ടുപോകും, എന്നാൽ ഉൾക്കടലിൽ ചെന്നിട്ട് ഈ നക്ഷത്രങ്ങളെ പിന്നെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഉൾക്കടലിൽ ഇവരെ തള്ളിയിട്ടിട്ട് പോവുകയാണ്. അത് വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത്തെ മിക്ക സ്റ്റാർസും നോക്കുക, ഇതിനോട് സാമ്യപ്പെടുത്തി നോക്കുക. ഇന്ന് നമ്മൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ആരെയാണ്? മനുഷ്യ ഗണത്തിൽ തന്നെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയും, സൂപ്പർ സ്റ്റാറുകൾ എന്നൊക്കെ പറയുന്നത്. എന്താ സംഭവിക്കുന്നത്? അവർ നോക്കിയ ജീവിതങ്ങൾ എല്ലാം പരാജയത്തിലേക്ക് പോവുകയാണ്. എന്താ പരാജയത്തിലേക്ക്? ഒരു തനതായ ഒരു ജീവിത ശൈലി അവർക്ക് ലഭിക്കുന്നില്ല. ആ ക്യാരക്ടറിനെ അവരുടെ അഭിനയം കാണുന്നു, ഒരു ക്യാരക്ടർ. അപ്പോൾ ആ കാണുന്ന വ്യക്തി ചിന്തിക്കുകയാണ്, എൻ്റെയൊക്കെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കണ്ട കാലത്തിൽ, അപ്പോൾ അതുപോലെ ആയിത്തീരണം എന്നുള്ള ആഗ്രഹം വരികയാണ്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത ക്യാരക്ടർ വരികയാണ്. അടുത്ത ക്യാരക്ടർ കൊണ്ട് വേറെ ആണോ ഡിഫറെൻ്റ് ഇതാണ്. അപ്പോൾ ചിന്തിക്കുകയാണ്, വേണ്ട, ആദ്യത്തെ വേണ്ട ഇതാണ് നല്ലത്, കുറച്ചും കൂടെ, അപ്പോൾ ഇത് മതി, ഇതുപോലെയാകണം. ഇങ്ങനെ അവൻ്റെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഒരു വ്യക്തമായ ഒരു തീരുമാനം ആ ജീവിതത്തിൽ എടുക്കാൻ വയ്യാതെ ഇവരുടെ പിന്നാലെ പോവുക, ഫാനായി മാറുകയാണ്. അവരുടെ ഫാനുകളായിട്ട് മാറും എന്ന് പറഞ്ഞാൽ അവർക്ക് കാറ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് പറയാം അലങ്കാരികമായിട്ട് പറയാം, അവർക്ക് കാറ്റ് കിട്ടും, ഇവർക്ക് എന്ത് കിട്ടും? അതുകൊണ്ട് ചിന്തിക്കുക, അതിൻ്റെയൊക്കെ തെറ്റായതിൽ പോകാതെ അവരപ്പോൾ വഴിതെറ്റിക്കുന്നവരാണ്. അവരറിയുന്നില്ല, മാതൃകകളില്ല, ഒന്നും മാതൃകകളില്ല, എല്ലാം നന്മയ്ക്ക് വേണ്ടി ഇല്ല. അതിലൊന്നും ആ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതായ മാതൃകകളൊന്നും കാണുവാനേ കഴിയുന്നില്ല ഒന്നിലും. എല്ലാറ്റിലും ഇന്നത്തെ സമൂഹത്തിൽ പൊതുവെ ചർച്ച നടക്കുകയാണ്, എല്ലാം ചർച്ച നടക്കുക. കാരണം എന്താണ്? മനുഷ്യ സമൂഹത്തെ മുഴുവനും വഴിതെറ്റിലേക്ക് നയിക്കുന്ന ചിത്രങ്ങളാണ് ഇന്ന് ഇറങ്ങുന്നതെല്ലാം. അതനുകരിച്ച് യുവജനങ്ങളും യുവതികളെല്ലാം വഴിതെറ്റി പോവുകയാണ്. വഴിതെറ്റിപ്പോകാനല്ല, വഴിതെറ്റിലേക്ക് കിടക്കുകയാണെന്ന്.
അന്ത്യകാലം വരുമ്പോൾ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാനിനി നീതി ചെയ്യട്ടെ എന്നൊക്കെ വെളിപ്പാട് പുസ്തകം അവസാന അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 22-ാം അധ്യായത്തിൽ. ഇവിടെ പറയുന്ന ഈ നക്ഷത്രങ്ങൾ ഏത് നക്ഷത്രങ്ങളാണ് ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നത്? പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളും അനുസരിപ്പിക്കുന്നു എന്ന് പറയുന്നത് അല്ലേ? പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളും. അപ്പോൾ വെളിച്ചമുള്ള നക്ഷത്രങ്ങളുണ്ട് അല്ലേ? നല്ല നല്ല രജത, ഇപ്പോൾ ദാനിയേൽ നമ്മൾ എടുത്ത് നോക്കുക, യോസഫിനെ എടുത്ത് നോക്കുക. അങ്ങനെ സമൂഹത്തിലുമുണ്ട് നല്ല 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 താരങ്ങൾ, നല്ല നല്ല മാതൃകകളുള്ള ജീവിതങ്ങൾ എല്ലാ തരത്തിലും ഉൾപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ ഇതിലുമുണ്ട്, ആത്മീയ തലത്തിലുമുണ്ട്, സാമൂഹിക പ്രവർത്തന മേഖലകളിലൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള നല്ല ജീവിതങ്ങൾ, നല്ല മാതൃകയുള്ള ജീവിതങ്ങൾ. സൂര്യചന്ദ്രന്മാരെ അനുസരിപ്പീൻ, പ്രകാശമുള്ള സ്ഥല നക്ഷത്രങ്ങളെ അനുസരിപ്പീൻ. പിന്നെ പറയുന്നു, സ്വർഗാദി സ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവും ആയുള്ളവയെ അവനെ സ്തുതിക്കുവീൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. ഇവിടെ സ്വർഗാദി സ്വർഗം എന്ന് പറഞ്ഞാൽ ഹെവൻലി സ്വർഗമുണ്ട്, സ്വർഗാദി സ്വർഗമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന സ്വർഗം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം എന്ന് പറയും, അല്ല. ദർ ഈസ് മെനി, അതാണ് കർത്താവ് പറയുന്നില്ല, മെനി മാൻഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, മാൻഷൻസ് അനേകം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഒന്നൊന്നല്ല എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെയൊന്നുമല്ല. അത് നമ്മുടെ അന്ന് മുഖാമുഖം കാണുമ്പോൾ, അന്ന് കണ്ണുകൊണ്ട് നമ്മൾ കാണുമ്പോൾ അന്ന് നമുക്കത് ഗ്രഹിക്കാനായിട്ട് പറ്റും. ഇന്ന് അല്പമായിട്ട് നമ്മൾ ഗ്രഹിക്കുന്നു. നിത്യതയെക്കുറിച്ചെല്ലാം ദൈവരാജ്യത്തെക്കുറിച്ച് അല്പമായിട്ട് നമുക്കറിയാം, കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. എന്നാൽ പൂർണ്ണമായത് വരും അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രമാണ് ഗ്രഹിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴും അംശമായത് നീങ്ങിപ്പോകും. അപ്പോൾ പൂർണ്ണതയിലേക്ക് നമുക്ക് ഉള്ള ആ നോട്ടം, നമ്മുടെ നോട്ടം അതിലേക്കായിരിക്കട്ടെ, പൂർണ്ണതയിലേക്ക്. ഇവിടെ എല്ലാം അപൂർണതകളുള്ളതാണ്. അപ്പോൾ സ്വർഗാദി സ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവും ആയുള്ളവയെ അവനെ സ്തുതിപ്പി. അപ്പോൾ എബോവ് ഓൾ, അതായത് സ്വർലോകങ്ങൾ, വാനലോകങ്ങൾ, അവിടെയുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ എന്നാണ് പറയുന്നത്. ആകാശങ്ങൾക്ക് മീതെയുള്ള വെള്ളങ്ങൾ, അവിടെ മേഘത്തിൽ വെള്ളം കെട്ടി നിർത്തുന്നു, അതൊരു സമയത്ത് മഴയായി താഴത്തേക്ക് പെയ്യപ്പെടുന്നു, അത് പിന്നെയും നീരാവായി പൊങ്ങുന്നു, അത് പിന്നെയും ഭൂതലത്തിലേക്ക് വീഴുന്നു. അപ്പം ആ മുകളിലുള്ള വെള്ളത്തെ ആരംഭത്തിൻ്റെ സൃഷ്ടിയുടെ അവരെ പറയുന്നുണ്ട്, വെള്ളങ്ങളെ നമ്മൾ വേർതിരിക്കുന്നത്. ഈ സൂര്യനും ചന്ദ്രനും നിർമ്മിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ ഈ യുക്തിവാദി സംഘടനയിലെ ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യമാണ്, ജോസഫ് എന്ന് മറ്റേ പേര്, യുക്തിവാദി. അദ്ദേഹം ഇന്ന് പറയുകയാണ്, ദൈവം എന്ത് മണ്ടനാണ്, സൂര്യനും ചന്ദ്രനെ സൃഷ്ടിച്ചു, വെളിച്ചങ്ങളെ സൃഷ്ടിച്ചു, അപ്പോൾ അതിനു മുമ്പ് എങ്ങനെയാണ് ഇരുട്ടത്താണോ ഭൂമിയെ സൃഷ്ടിച്ചെന്നൊക്കെ സൃഷ്ടിക്കുക? അപ്പോൾ ഈ മടയത്തരം പറയുന്ന ഇതൊന്ന് മുമ്പിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ബൈബിളൊന്ന് വായിച്ചിട്ട്, ക്രിസ്ത്യാനിയാണ്, ബൈബിളൊന്ന് വായിച്ചിട്ട് ചുമ്മാ എന്തെങ്കിലും വായിച്ചിട്ട് അത് പറയുകയാണ്. അപ്പോൾ അവിടെ തന്നെ പറയാം, ദൈവമാണ് വെളിച്ചം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്നത് അവിടെ പറയുന്നതാണ്, ദൈവരാജ്യത്തിൽ കുഞ്ഞാടാണ് അതിൻ്റെ വിളക്ക്. അവിടെ ഈ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, കുഞ്ഞാട് തന്നെ അതിൻ്റെ വിളക്കാണ്. ദൈവം വെളിച്ചമാണ്. അപ്പോൾ ദൈവം അത് സൃഷ്ടിച്ച ഭൂമിയിൽ, ആ ഭൂമിക്ക് വേണ്ടിയാണ് സൂര്യനും ചന്ദ്രനും നിർമ്മിച്ചത്, അത് ദൈവത്തിന് വെളിച്ചം കാണാൻ വേണ്ടിയല്ല എന്ന് പറയുമ്പോൾ ഈ മൂഢത്തരം പറയുന്ന മൂഢന്മാരായി മാറിയിരിക്കുകയാണ് അവരെല്ലാത്തിലും. അത് വിശ്വസിക്കാൻ, അത് അനുസരിച്ച് കുറേ പേര്. ചിന്തിക്കുക, ദൈവത്തിൻ്റെ ദൈവാസ്തിക്യത്തെ ഉണരുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തെ സ്തുതിക്കുക. അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത്. നമുക്ക് ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുത്തുകൊണ്ട് ദൈവം നമ്മളെ അർപ്പണം ചെയ്യാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. എല്ലാം നിന്നെ സ്തുതിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾ തിരുവെഴുത്തുകളിൽ ഈ നാളുകൾ കൂടുതലായി കാണുന്നു. കർത്താവെ, നിന്റെ മഹത്വം അറിഞ്ഞ് സ്തുതിപ്പാൻ തക്കവണ്ണം അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രകാശനം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും തന്ന എല്ലാ കൃപകൾക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഇത്രത്തോളം കൊണ്ടുവന്ന അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങൾ അവിടെ ചെറുങ്ങി മറച്ചു കൊള്ളണമേ. സ്വർഗീയ ജ്ഞാനം കൊണ്ട് ഞങ്ങൾ മറയ്ക്കണമേ. നശിച്ചു പോകുന്ന ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, വഴിയാത്തതായ ദൈവിക ജ്ഞാനം കൊണ്ട്, വിശുദ്ധമായ ജ്ഞാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അതിനോടിന്ന് മാത്രം എടുക്കണം. പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. സർവ സൃഷ്ടി